എൻ്റെ കൂട്ടുകാരെ സഹോദരങ്ങളെ എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. ഞാൻ വീട്ടിലോട്ടൊന്ന് പോവുകയാണ് കേട്ടോ. വെറുതെ ഒരു 2 മണിക്കൂർ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങ് നടന്നു പോകണം, കുറച്ചിലങ്ങ് പോയാൽ മതി. ഉണ്ടോ റോഡ് ഇവിടെയാണ്. ഉണ്ടോ ഞാൻ അവിടെ അതിൻ്റെ അപ്പുറത്ത് ബസ് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ നടന്നു പോകും. ഞാൻ അതിലെയാണ് നടന്ന് പോകാറ് എപ്പോഴും. പിന്നെ ഇപ്പോൾ ഇതിലേ എളുപ്പത്തിന് വരമ്പിൽ പോകും. ഇവിടെ വരമ്പേന്ന് പോകത്തില്ല, തെന്നിയൊക്കെ വീഴുമായിരുന്നു നേരത്തെ. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പോൾ അവിടെ വയലിലൊക്കെ കൃഷി ഇറക്കിയതുണ്ട, കൊക്കുകളിരിക്കുന്നുണ്ട, നല്ലവർ കണ്ട. ഇവിടെ നേരത്തെ വരുമ്പോൾ കുറേ മഞ്ഞ പൂക്കളിങ്ങനെ നിന്നുണ്ട, എല്ലാം പൊടിച്ചിങ്ങനെ വരുന്നുണ്ട്. എല്ലാം പോയി കേട്ടോ. ഇവിടെ വരമ്പുകൾ വൃത്തിയാക്കിയതുണ്ടേ, എല്ലാം പോയി. ഉണ്ടോ അവനടുത്ത് ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ താഴെയാണ് എൻ്റെ വീട്. പക്ഷേ എൻ്റെ വീട്ടിൽ നിന്നാൽ കാണത്തില്ല. അവിടെ ഉണ്ട് ഈ മരങ്ങൾ റബ്ബറൊക്കെ കിടക്കുന്നതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അതാണ് സംഭവം. മാറ്റിങ്ങി പോകുന്നതാണ് അങ്ങോട്ട്. പിന്നെ എന്തൊക്കെയാണ് അതുകൊണ്ട് ഇവിടെ കുറേ വളക്കൂറുള്ളത് കൊണ്ടാണ് ഇത്രയും നല്ല കൊഴുത്ത് നിൽക്കുന്നത് കേട്ടോ. എനിക്കിതിൻ്റെ ഒരു മണം ഭയങ്കര ഇഷ്ടമാണ്. ഈ വയലിൽ ഇങ്ങനെ ഒരു തൊലിക്ക് ഒരു മണമൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുതിലേ നമ്മൾ ഈ തോട്ടിലും ആറ്റിലും ഒക്കെ കിടന്നിങ്ങനെ വയലിലുമൊക്കെ ചാടിയിട്ടുള്ളതുകൊണ്ടായിരിക്കും ആ മണം മനസ്സിന്ന് പോവാതെ നിൽക്കുന്നത്. എവിടെയൊക്കെ പോയാലും ഏതറ്റം പോയാലും നമ്മുടെ കേരളത്തിൻ്റെ ആ ഒരു തനിമയും ഒന്നും തന്നെ വിട്ടുപോകത്തില്ല അല്ലേ. പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിക്കുന്നില്ല. നിങ്ങളെ കാണിച്ചാൽ നിങ്ങൾ പേടിച്ചു പോകും. അവിടെ ഇവിടെ കട്ട് കെട്ടുന്നുണ്ട് കേട്ടോ. അതിനാണ് കട്ട് കെട്ടാനായിട്ട് കൊണ്ടുപോകുന്നത്. എന്നും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് വീഡിയോ എടുത്തുകൊണ്ട് വരുന്നത്. ഇന്ന് വീട്ടിലോട്ട് പോകുമ്പോഴാണ് എടുക്കുന്ന വീഡിയോ കേട്ടോ. കുറേ ഇങ്ങനെ നടന്നു പോകണം, കുറേ ഇങ്ങനെ നടന്നു പോകണം. പിന്നെ എൻ്റെ ചേച്ചിയുടെ മോള് വരികയാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോളായിട്ടും വരും, എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോളായിട്ടും വരും. ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനാണ് എന്നെ കല്യാണം കഴിച്ച്. അവിടെ മണിക്കുട്ടനായിരിക്കും. നീ അവിടെ പോയി രാവിലെ പോയാ? എന്തൊരു വിശേഷമായിട്ട് പോയി? ചുമ്മാ പോയി. ഒരു കാ അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഒരു കിഴങ്ങ് ഇരുന്ന് അതിനെടുത്തോണ്ട് പിന്നെ പോയി. ശരി മക്കളാടി. ആ ശരി. പിന്നെ വേറെന്താണ്? എന്താ പൂക്കളെന്ന് പറഞ്ഞാൽ മരിക്കും. വല്ലവരുടെയും മുറ്റത്ത് കിടക്കുന്ന പൂവാണ് കേട്ടോ. പൂവ് തന്നെ നല്ലല്ലേ? ആരുടെ മുറ്റത്തായാലും പൂവ് തന്നല്ലേ, പൂവ് തന്നല്ലേ കൃഷ്ണ. അപ്പം വീഡിയോ നിർത്തട്ടെ സഹോദരങ്ങളെ, വീഡിയോ നിർത്തട്ടോ സഹോദരങ്ങളെ. Ta-da!